ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തൊപ്പിയില്ലേ, മലപ്പുറത്തുകാരെ കുറിച്ചിട്ട് തെറി വിളിച്ചിട്ടുണ്ട്. മലപ്പുറത്തുകാരെ എല്ലാവർക്കും വാപ്പാക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് തന്നെ ചർച്ചാ വിഷയം ഇതാണ്. ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. എല്ലാവരും ഇതിനെ കുറിച്ചിട്ട് അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കടം വാങ്ങിയിട്ട് ഒരു വാക്ക് സോഷ്യൽ മീഡിയയിലെ സാക്ഷിയാക്കിട്ട് പറയണ്ടേ, മെഹറിന്റെയും തൊപ്പിന്റെയും കല്യാണം നടക്കണം. 1 പവൻ സ്വർണ്ണം എന്റെ വാങ്ങ. ഓ, അതാണ് അടി. അതെ, പ്രീ വെഡിങ് ഷൂട്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ സത്യല്ലേ? സേവ് ദ ഡേറ്റ്. എടാ, ഞമ്മക്കൊരു വാക്കുള്ളൂ, ഒറ്റ തന്ത ഒരു വാക്ക്, വേറെ വർത്താനം പെടില്ല. നീലക്കൂലായാലും മറ്റേ മഞ്ഞക്കൂലായാലും കല്യാണം ഉറപ്പിച്ചു. ഇതൊന്നും കല്യാണം ഉറപ്പിച്ചതും വളയിടലും മാലയിടലും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ സന്തോഷ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്കൊന്നും പോയിക്കൂടെ? മതി ചേട്ടാ. ചായയും പപ്സും കഴിച്ചോ? ചായ പപ്സും അവള് പോകട്ടെ, ഒന്ന് കരയട്ടെ പോയിട്ട്. ഇവര് വെച്ചിട്ടില്ലേ? ഭയങ്കര വൈറലായി. മെഹറിന്റെയും തൊപ്പിന്റെ മംഗലം കഴിക്കണമെന്ന് വേണ്ടിയിട്ട് ഈ ചങ്ങായി ബ്രോക്കറായിട്ട് ഇറങ്ങിന്. ഷാജാൻ എന്ന് പറയുന്ന ഒരു മുത്തുമണി. പൊതുവാന്നില്ലല്ലോ തൊപ്പിക്ക്. പൊതു സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഷാജാനെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഓ പോയിട്ട് നീലക്കുയില് എന്തോ ഒരു ചങ്ങായിനെ പിടിച്ചിട്ട് മെഹ്റ എന്ന് പറയുന്ന പെൺകുട്ടിയെ പോയിട്ട് ഇന്റർവ്യൂ ആക്കിയിട്ട് തൊപ്പിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. തൊപ്പിക്ക് അറിയാതെയാണ് സംഭവിക്കുന്നത്. തൊപ്പിക്ക് പെണ്ണ് സെറ്റാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടണ്ടേ? അങ്ങനെ ഈ ഷാജാൻ എന്താക്കി, പെണ്ണ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്താക്കി, മെഹ്റാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ് നിൻ്റെ മംഗളത്തിന് ഞാൻ എന്താക്കി 1 പൗണ്ട് കടം മേങ്ങിയിട്ട് ഞാൻ തരൂ എന്നിട്ട് ഷാജാൻ പറയുന്നത്. വല്ലാത്ത ജാതി. എന്നിട്ട് പറഞ്ഞത് മാത്രമല്ല, അതിനെ സോഷ്യൽ മീഡിയയിലിട്ട് അത് ഇങ്ങനെ കത്തിക്കേറി. അപ്പോൾ തൊപ്പി എന്താക്കി, അതിനെ റിയാക്ട് ചെയ്തു. തൊപ്പി റിയാക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഓന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റിയാക്ട് ആക്കി. അങ്ങനെ ഷാജാൻ എന്താക്കി, ഇതിനെ മലപ്പുറത്തെ വിഷയങ്ങളാക്കി മാറ്റി. മലപ്പുറത്തുകാരെ തെറി വിളിച്ചിട്ടുണ്ട്, മലപ്പുറത്തുകാരെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, റീച്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു. തൊപ്പി അങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യത്തിൽ തൊപ്പി പറഞ്ഞതിനെന്ത്, അവന് പേഴ്സണലായിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് തൊപ്പി, അല്ലാതെ മലപ്പുറത്തുകാരെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് എന്താക്കി, ഇപ്പോൾ അതല്ല പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ, ഇവന് പെണ്ണ് സെറ്റാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. തൊപ്പിക്ക് എന്ത് പെണ്ണ് കിട്ടാത്തത്? തൊപ്പി എന്താ പെണ്ണ് കിട്ടുമല്ലോ, ഇഷ്ടം പോലെ കിട്ടും. അവൻ്റെ അത്ര കോടിക്കണക്കിന് പൈസ ഉണ്ട്. ഷാജാന് ബ്രോക്കർ പണി എന്തിനാണ് എടുക്കുന്നത്? നിങ്ങളെ അഭിപ്രായം എന്തൊന്ന് കമൻ്റ് ഇടും. എന്നിട്ട് അത് മാത്രമല്ല, അതായത് തൊപ്പിൻ്റെ വീട്ടിലേക്ക് ഓന് തൊപ്പി അറിയാതെ പോയിനി. തൊപ്പി ഉറങ്ങിയിട്ടുള്ള സമയത്ത് തൊപ്പിനെ പോയിട്ട് വെല്ലുവിളിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. ആ വീഡിയോ ഒന്ന് പ്ലേ ആക്കി തരാം, നോക്ക്. പുള്ളിയാളുണ്ട് തൊപ്പിന്നെ തെറി പറഞ്ഞിട്ട് എനിക്കിങ്ങനെ മുള്ള വരച്ചിട്ട് നിൽക്കുകയാണെന്ന്. ആൺകുട്ടികളെ എങ്ങനെ കാണിച്ചു കൊടുക്കണടാ? എന്നെ കൊണ്ട് പറ്റുമോ? തെറി പറയാനടാ, തെറി പറയാനടാ. ഞാൻ 4ാം ക്ലാസ് പഠിച്ചത് എന്റെ മോൻ. അല്ലെങ്കിൽ അതായത് തൊപ്പിനെ കാണാൻ രാത്രി 2 മണിക്ക് തൊപ്പിന്റെ വീട്ടിലേക്ക് പോയിനി, എറണാകുളത്തുള്ള. പോയിട്ട് സ്വഭയോളം അവരെ നിന്നിനെ അവിടെ. പാണ്ടിക്കാട് കുഞ്ഞാനുണ്ട്, പിന്നെ വേറെ കുറച്ച് ടീംസ് എല്ലാം ഉണ്ട്. എന്നിട്ട് സ്വഭയോളം കാത്തിട്ട് തൊപ്പി എണിച്ചിട്ടേ ഇല്ല. തൊപ്പി ലൈവ് ഡ്യൂട്ടി ഉണ്ട് തൊപ്പിക്ക്, നൈറ്റ് ഡ്യൂട്ടി. തൊപ്പി ലൈവ് ഇരുന്നിട്ട് രാവിലെ മുഴുവനും ഉറങ്ങുന്നത്. 4 മണിക്കാണ് തൊപ്പി എണിക്കുന്നത്. അത് അറിഞ്ഞിട്ടായിട്ടുണ്ടാവും പോയത്. അങ്ങനെ തൊപ്പി വന്നിട്ടേ ആയിട്ടില്ല. ഓരോ ആടെ ഇരുന്നിട്ട് ഭയങ്കര അങ്ങനെ മറ്റത് മറിച്ചത് ഭയങ്കര കുരക്കുന്ന ആടെ ഇരുന്നിട്ട് കുറച്ചിട്ട് അതിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട്, ഞങ്ങളുടെ വന്നിട്ടുണ്ട്, തൊപ്പി വന്നിട്ടില്ല, അങ്ങനെ മറിച്ചത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്തോന്നും കമൻ്റ് ഇടല്ല. എനിക്ക് പറയാനുള്ളത്, തൊപ്പി എണിക്കുന്നത് 4 മണിക്ക്. 4 മണിക്ക് എണിക്കുന്ന തൊപ്പിനെ ഓരോ സ്വബയ്ക്ക് രാത്രി പോയിട്ട് വിളിച്ചാലൊന്ന് തൊപ്പി വരുമോ? അല്ലെ ഒരു സറോത്തിൻ്റെ കണ്ടം പോലും തൊപ്പി കൊടുത്തില്ല. അതാണ് എൻ്റെ ബേജാറ്. വല്ലാത്ത ജാതി. ഏതായാലും ഇതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. പൊതു സെറ്റാക്കി കൊടുക്കുന്നു ഷാജാന്. പൊതു വേണ്ടാന്ന് ആര് പറയുന്നു? തൊപ്പി പറയുന്നു. പൊതു വേണ്ടാന്ന് തൊപ്പി പറയുന്നു, ഷാജാന് പൊതു സെറ്റാക്കി കൊടുക്കുന്നു. അപ്പോൾ ഷാജാനും തൊപ്പിയും തമ്മിലുള്ള ഇതിൽ ഷാജാനാണോ ശരി അല്ലെങ്കിൽ തൊപ്പിയാണോ ശരി? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇങ്ങനെയുള്ള വിഷയം ഷാജാനോട് ഒന്ന് പറയാനുള്ളത്, സോഷ്യൽ മീഡിയ ഒരുപാട് പേര് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ മക്കൾ മുതൽ മുതിർന്ന ഉമ്മമാർ വരെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഉപ്പപ്പന്മാരും പെട്ട് ഇവരെല്ലാം ഉപയോഗിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കടക്കം ഇൻസ്റ്റാഗ്രാമുള്ള കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്ത് നിൻ്റെ ഈ തെറിയെല്ലാം പറയുമ്പോൾ ആ കുട്ടികളടക്കം മുതിർന്നവരെല്ലാം കാണുന്നില്ല. മുത്തുമണി സ്നേഹത്തോടെ പറയാണ്, അതിന് ചെയ്യാൻ പാടില്ല. കാരണം തെറി അത് ഭയങ്കര സംഭവമാണ്. അത് നിന്റെ എന്ന ബലവും മനസ്സിലായ. തൊപ്പി അന്ന് തെറി വിളിച്ചോണ്ടായി, ശരിയാണ്.
ഇപ്പോൾ അവൻ നന്നായി വന്നു. ഒരാൾ തെറ്റ് ചെയ്ത നന്മയിലേക്ക് വന്നെങ്കിൽ അയാൾ ശരിയാണ്. പിന്നെ അവരെല്ലാവരും രോഗം തന്നെ അംഗീകരിക്കും. അതല്ലേ തൊപ്പിൻ്റെ അന്ന് എല്ലാവരും തൊപ്പിനെ എന്തെല്ലോ പറഞ്ഞുകൊണ്ടായി. ഇപ്പം എന്ത് തൊപ്പിനെ അംഗീകരിക്കുന്ന? ഇവൻ നല്ലത് മാത്രം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. മനസ്സിലായ? തൊപ്പി എന്തെന്ന് പറഞ്ഞെങ്കിൽ നല്ലത് മാത്രം ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ ഷാജാന് തെറി വിളിച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് തൊപ്പിക്കെതിരായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതായാലും എതിരാവും, ഇനി എതിരാവാതിരിക്കും. ചെറിയ കുട്ടികളടക്കം ഇൻസ്റ്റാഗ്രാം കാണുന്ന കാലഘട്ടത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തെറിയെല്ലാം വിളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കാം. അപ്പോൾ ഷാജാൻ മുത്തുമണി തൊപ്പിക്ക് പൊതുവൊന്നും നീ ആക്കണ്ട, തൊപ്പിക്ക് പെണ്ണെല്ലാം സെറ്റാവും. ഓക്കെ, ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി.